നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരെ പിന്തുണച്ച മുൻ IPS ഉദ്യോഗസ്ഥയും ശാസ്തമംഗലം കൗൺസിലറുമായ R ശ്രീലേഖ രംഗത്തെത്തിയത് വിവാദമായി. സംഭവത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതോടുകൂടി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവർ പിൻവലിക്കുകയും ചെയ്തു. കണ്ഠര രാജീവരുമായി 30 വർഷത്തിലേറെയായി തനിക്ക് പരിചയമുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അയ്യപ്പന് ദോഷകരമാകുന്ന ഒന്നും തന്നെ അദ്ദേഹം ചെയ്യില്ലെന്നും ശ്രീലേഖ തന്റെ പോസ്റ്റിൽ കുറിച്ചു. കേസിന്റെ പോക്കിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അവരുടെ കുറിപ്പ്. അന്വേഷണം ആരംഭിച്ച് നാളുകളായിട്ടും ഈ ഭഗവാന്റെ സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്വർണം പിടിച്ചെടുക്കാതെ ആചാരലംഘനം നടത്തിയെന്ന് പറഞ്ഞുള്ള ഈ അറസ്റ്റ് ആർക്കു വേണ്ടിയാണെന്നും പോസ്റ്റിൽ ചോദ്യം ഉയർത്തിയിരുന്നു. R ശ്രീലേഖയുടെ പ്രസ്താവന ചർച്ച ചെയ്തതിന് പിന്നാലെ അവർ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. അതേസമയം കേസിന്റെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. മന്ത്രിയായാലും തന്ത്രിയായാലും കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നായിരുന്നു കുമ്മനത്തിന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും രണ്ടു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടന്നു വരുന്നത് എന്നായിരുന്നു. ഒപ്പം അതുപോലെ തന്നെ അതായത് തന്ത്രിയുടെ ഈ ഒരു നീക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്ത്രി ശക്തമായ നിലപാട് എടുക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ തന്ത്രിയുടെ നിലപാടുകളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഇവർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തെളിവുകൾക്ക് പിന്നാലെയാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. എന്തായാലും R ശ്രീലേഖ ഇതുവരെ അന്വേഷിച്ച കേസുകളൊക്കെ തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം. പലതരത്തിലുമുള്ള ഈ നിരപരാധികൾ ഇപ്പോൾ ജയിലിൽ കിടപ്പുന്നുണ്ടാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് R ശ്രീലേഖയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമ കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും തന്ത്രിക്ക് അങ്ങനെ ചെയ്യില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും BJPയുടെ ഒരു നിലപാട് അതല്ലാത്തതിനാലാണ് ഈ ശ്രീലേഖ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. 30 വർഷത്തെ പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. തന്ത്രി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. ഒപ്പം രാഹുൽ ഈശ്വറും അതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. തന്ത്രി ഒരിക്കലും അത് ചെയ്യില്ല. പിന്നാലെ തന്നെ ഈ ഒരു കാരണത്തിൽ അങ്ങനത്തെ നീക്കങ്ങൾ ഉണ്ടാകില്ല, തന്ത്രി അങ്ങനെ ചെയ്യില്ല, മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ കുടുക്കിയതെന്ന തരത്തിലുള്ള വിമർശനവും ഉയരുകയാണ്. എന്തായാലും R ശ്രീലേഖയുടെ പോസ്റ്റ് കത്തിയതിന് പിന്നാലെ വലിയ രീതിയിൽ വൈറലായതിന് പിന്നാലെയാണ് ഇപ്പോൾ R ശ്രീലേഖ ആ പോസ്റ്റ് മടക്കിയിട്ടുണ്ട്, ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. കൊല്ലം സെഷൻസ് കോടതിയിൽ അദ്ദേഹം ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. 13-ാം തീയതി ജാമ്യ ഹർജിയിൽ പരിഗണന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേസിന്റെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. നാളെ അമിത്ഷാ കേരളത്തിൽ എത്തുകയാണ്. അമിത്ഷായുടെ ഒരു നിലപാടും അമിത്ഷാ എടുക്കുന്ന തീരുമാനങ്ങളും അമിത്ഷാ പറയുന്ന കാര്യങ്ങളും ഏറെ ശ്രദ്ധയോടുകൂടി രാജ്യം കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് എന്തായിരിക്കും BJPയുടെ നീക്കമെന്ന് കാത്തിരുന്ന് കാണാം.